ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഈ ക്രിസ്മസ് നിങ്ങളുടെ കണ്ണുനീർ പ്രത്യാശയായും മുറിവുകൾ ആശ്വാസമായും ഹൃദയത്തിൻ്റെ ഇടറിപ്പോയ ഭാഗങ്ങൾ ദൈവകരങ്ങളാൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ അനുഭവമായും മാറ്റട്ടെ. ഈ മംഗളവാർത്താക്കാലം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ദൈവസ്നേഹസത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും തെളിയിക്കട്ടെ. ക്രിസ്മസ് ഓർമ്മകളുടെ ഒരു ആവേശമാണ്, നിത്യതയിലേക്കുള്ള സ്നേഹത്തിൻ്റെ തുറന്ന വാതിലുമാണ്. മനുഷ്യ ഹൃദയങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം സ്വയം തെളിയിക്കുകയും ചെയ്യുന്ന ദൈവകൃപയുടെ അപാരമായ സമ്മാനമാണ് ക്രിസ്മസ്. ഇത് ഒരു മതാഘോഷം മാത്രമല്ല, മാനവജനതയുടെ മുഴുവൻ ആഘോഷമാണ്. കാരണം ചരിത്രത്തിന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുള്ള ഒരു മനുഷ്യക്കുഞ്ഞ് പിറന്നതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. നന്മയിലേക്കുള്ള മടക്കയാത്രയും അഹിംസയിലേക്കുള്ള തിരിഞ്ഞു നടത്തവും നിരുപാധിക സ്നേഹത്തിലേക്ക് മടങ്ങിവരവും എല്ലാം ഈ രാത്രിയുടെ സമ്മാനം തന്നെയാണ്. നമുക്കെങ്ങനെ ആ സംഭവത്തെ ആഘോഷമാക്കാം? ആദ്യമായി നാം ചെയ്യേണ്ടത് ആത്മാവിന് ആഹാരം നൽകുക എന്നുള്ളതാണ്. അത് വചനവായനയാകാം, ഒരു ചെറിയ ധ്യാനമാകാം, സത്യസന്ധമായ ഒരു കുമ്പസാരമാകാം, മംഗളവാർത്താ കാലത്തെ ഇടദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കലാകാം. ഓരോ ആത്മീയ ശ്രമവും നമ്മെ ആന്തരികമായി ബലപ്പെടുത്തുന്നു. ആന്തരികമായ ഒരുക്കം നമ്മുടെ ഈ മഹാസംഭവത്തിന് മാറ്റുകൂട്ടും. ആന്തരികമായ ആഘോഷങ്ങൾ എത്ര പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ ബാഹ്യമായ ആഘോഷങ്ങൾക്കും വലിയ അർത്ഥമുണ്ട്. അത് നമ്മെ പഠിപ്പിച്ചത് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവാണ്. ശൂന്യതയിലും ലാളിത്യത്തിലും ജനിച്ച ദൈവശിശു മനുഷ്യ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും ഒരു ദിവ്യസ്പർശം നൽകുകയായിരുന്നു. വിരസമായ നമ്മുടെ ജീവിതപാതകളെ വീണ്ടും വസന്തമാക്കുവാൻ ക്രിസ്മസ് വരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതോടൊപ്പം തന്നെ അതീവ മൂല്യമുള്ള ഒരു ഘടകമാണ് ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കാത്തവർക്ക് നമ്മൾ തന്നെ ക്രിസ്മസ് സമ്മാനമായി മാറുക എന്നത്. കിടപ്പ് രോഗികളെ സന്ദർശിക്കുക, ക്യാൻസർ മുതലായ രോഗത്തിന് അടിമപ്പെട്ടവർക്ക് സന്തോഷമേകുന്ന സമ്മാനങ്ങൾ നൽകുക, സാമ്പത്തിക അടിത്തറ അവതാളത്തിലായവർക്ക് ധനസഹായം നൽകുക, അനാഥരായ കുട്ടികൾക്ക് പുതിയ ഉടുപ്പുകൾ സമ്മാനിക്കുക. അങ്ങനെ ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഈ ജീവിതമാണ്. ആ സമ്മാനത്തിന് നന്ദിയായിരുന്ന വാക്കുകളാകട്ടെ, അല്ലെങ്കിൽ നാം സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാകട്ടെ, അതെല്ലാം ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞതയുടെ മനോഹരമായ പ്രകടനങ്ങളാകുന്നു.